നമസ്തേ. ഹിന്ദു വിശ്വാസ് ബിഗ് ഇമ്പാക്ട്. ഗുരുവായൂരിൽ തുളസിത്തറയെ അപമാനിച്ച സംഭവത്തിൽ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്ത അബ്ദുൾ ഹക്കീമിനെതിരെ പോലീസ് നിയമാനുസൃത നടപടിയെടുക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിലുള്ള നാഷണൽ പാരഡൈസ് ഹോട്ടൽ ഉടമ അബ്ദുൾ ഹക്കീം എന്ന മാന്യൻ തുളസിത്തറയിൽ കാണിച്ച പ്രവൃത്തി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായെങ്കിലും യാതൊരു മാധ്യമങ്ങളും വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഹിന്ദു വിശ്വാസാണ് ഈ സംഭവത്തിന്റെ ഗൗരവം പുറത്തെത്തിച്ചത്. ശ്രീരാജ് കൈമൾ പങ്കുവച്ച ദൃശ്യങ്ങൾ വൈറലായതോടെ പോലീസിന്റെ സമാധാനം നഷ്ടപ്പെട്ടിരുന്നു. ശേഷം അബ്ദുൾ ഹക്കീം 25 വർഷമായി മാനസിക വൈകല്യമുള്ള ആളാണെന്നും ആ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്നും കാണിച്ച് തൃശൂർ സിറ്റി പോലീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ആ വീഡിയോ അപ്രത്യക്ഷമായിരുന്നു. എന്നാൽ ഹിന്ദു വിശ്വാസ് വാർത്ത പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ഗത്യന്തരമില്ലാതെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു. നിലവിൽ ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം തുളസിത്തറ പുണ്യമായ ഇടമാണെന്നും തുളസിത്തറയിൽ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്ത സംഭവം ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണെന്നുമാണ് കോടതിയുടെ നിരീക്ഷണം. വസ്തുതകൾ പരിശോധിക്കുമ്പോൾ അബ്ദുൾ ഹക്കീമിന് മാനസിക പ്രശ്നമുള്ളതായി വ്യക്തതയില്ല. മാനസിക പ്രശ്നമുണ്ടെങ്കിൽ ഹോട്ടലിന്റെ ലൈസൻസ് ഉടമയായി എങ്ങനെയാണ് തുടരാൻ കഴിഞ്ഞത്? ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ നിർദ്ദേശിച്ചു. അബ്ദുൾ ഹക്കീമിന് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിച്ചതിൽ അന്വേഷണം വേണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ഹക്കീം തുളസിത്തറയെ അധിക്ഷേപിക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ശ്രീരാജ് കൈമളിന് ജാമ്യം അനുവദിച്ച ഉത്തരവിലാണ് കോടതിയുടെ പരാമർശം. ദൃശ്യങ്ങൾ ഹൈക്കോടതി പരിശോധിച്ചിരുന്നു. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് നടന്ന പോലീസ് വിളക്കിന്റെ ഉദ്ഘാടനം നടക്കുന്ന വേദിയിൽ കയറി അബ്ദുൾ ഹക്കീം ഭരതനാട്യത്തിന്റെ ചുവടുകൾ വയ്ക്കുകയും തുടർന്ന് പോലീസ് ഇയാളെ വേദിയിൽ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. ഇയാൾ ഒട്ടനവധി ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നതായി നാട്ടുകാർ ആരോപിച്ചിരുന്നു. എന്തായാലും പണമുള്ളവൻ എന്ത് അസംബന്ധം കാണിച്ചാലും ഊരിക്കൊണ്ടുവരാമെന്ന അഹങ്കാരത്തിനുള്ള തിരിച്ചടിയാണ് ഈ വിഷയത്തിലെ ഹൈക്കോടതിയുടെ ഇടപെടൽ. ദൃശ്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ കാണാം.